the last time we were studying this passage. We've been on the topic of if anyone is in Christ, he is a new creation. That's been our topic for the last 6, 7, 8 weeks that we have studied the Word of God together. Just as a reminder, I want to see if I get some answers back this morning. What is the outcome of being in Christ? ക്രിസ്തുവിൽ ആകുന്നതിൻ്റെ പരിണത ഫലം ഒരു പുതിയ സൃഷ്ടി. Yes, we are a new creation as a result of being in Christ. രണ്ടാമത്തെ ചോദ്യം, what is the purpose of being in Christ? നാം ക്രിസ്തുവിലായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഫലം കായ്ക്കുക. Yes, to be fruitful is the purpose of being in Christ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, how do we know that we're abiding in Jesus Christ? How do we know that we're abiding in God? നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവെന്ന് എങ്ങനെ നമുക്ക് അറിയുവാൻ സാധിക്കും? ഒന്നാമതായി നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ച വിഷയം, what you have heard from the beginning abides in you, you will also abide in the Son and the Father. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അതാണ് നമ്മൾ ആദ്യമായി ചിന്തിച്ച വിഷയം. So how do we know that we're abiding in God? If what you have heard about the doctrine, about the gospel is still true and you still live it out today, then you know you abide in God. The second thing that we looked at was, whoever obeys his commandments abides in God and God in him. ആരെങ്കിലും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്. എന്നാൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു, എന്താണ് ഈ കൽപ്പന? What commandment has God given us to obey? And that's where we have been for the last 3 weeks. 1 John chapter 3 verse 23 is where we started. And this is his commandment, that we should believe on the name of his Son Jesus Christ and love one another as he gave us this commandment. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. ആദ്യത്തെ കൽപ്പന നമുക്ക് വിശ്വാസം ഉണ്ടാകണം. The first commandment for us to know that we're abiding in God is to make sure that your faith in God is strong. The second part, and love one another as he gave us his commandment. അന്യോന്യം സ്നേഹിക്കുകയും വേണം. അതിന് ശേഷം നമ്മൾ ചിന്തിച്ച ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച വിഷയം, why should we love one another? നമ്മൾ എന്തുകൊണ്ട് അന്യോന്യം സ്നേഹിക്കണം? നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു, 1 യോഹന്നാൻ 3:10 മുതൽ 12 വരെ, it is evident who are the children of God. ദൈവത്തിൻ്റെ മക്കൾ ആരെന്ന് തെളിവാണെന്നറിയാമോ? അന്യോന്യം സ്നേഹിക്കുമ്പോൾ. The evidence that we belong to God, that we are children of God, is coming from the fact that we love one another. So this morning I want to talk about the second part of that. So let's turn our Bibles to 1 John chapter 4 verse 7. 1 യോഹന്നാൻ 4 അധ്യായം അതിൻ്റെ 7 വാക്യം. Amen. Beloved, let us love one another, for love is of God, and everyone who loves is born of God and knows God. യോഹന്നാൻ്റെ ഈ പ്രിയ മക്കളെ, അല്ലെങ്കിൽ ഈ എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്ന വാക്ക് നോക്കിക്കേ. എങ്ങനെയാണ് യോഹന്നാൻ അവരെ അഭിസംബോധന ചെയ്യുന്നത്? പ്രിയമുള്ളവരെ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഇല്ലേ? ആ സമയത്ത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ മറ്റുള്ളവരെ പറയുന്ന വാക്കുകൾ പേരൊന്ന് ചിന്തിച്ചേ. ചിലരെ നോക്കി നമ്മൾ പറയത്തില്ലയോ സൂക്ഷിച്ചോണം? ചിലരെ നോക്കി നമ്മൾ പറയും ശല്യവാ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേരിടും ഇങ്ങനെ. We also have different names for all these people depending on their qualities or characteristics or different behaviors. We call people, we label people in that manner. പക്ഷേ പ്രിയമുള്ളവരെ എന്ന് വിളിക്കുമ്പോൾ അപ്പോൾ തന്നെ ആരെന്തായിരിക്കാലും, നമുക്ക് എത്ര വിയോജിപ്പുണ്ടെങ്കിലും പ്രിയമുള്ളവരെന്ന് വിളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെവി ഒന്ന് കോർക്കും, ഇതൊന്ന് കേൾക്കണം എനിക്ക്. പക്ഷെ ബൈബിളിൽ തന്നെ വേറെ പേരുകളുണ്ട്, അറിയാമോ? പൗലോസ് ഗലാത്യ സഭ നോക്കി എന്താ പറയുന്നത് അറിയാമോ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഓ ഫൂളിഷ് ഗലേഷ്യൻസ്. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? സർപ്പസന്തതികളെ. അങ്ങനെയൊക്കെ വിളിക്കേണ്ട ഒരു പക്ഷേ ഒരു സാഹചര്യം വന്നേക്കാം. പക്ഷെ യോഹന്നാന് അതല്ല വിഷയം.
യോഹന്നാൻ്റെ സന്ദേശം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരെന്ന് മറ്റുള്ളവർ അറിയണം. അത് അറിയുന്നത് സ്നേഹത്തിൽ കൂടിയാണ്. ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, ആ സ്നേഹം സ്വന്തം ജീവിതത്തിൽ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ആ വായനക്കാരോട് പറയുവാണ്, പ്രിയമുള്ളവരെ, and he's calling them beloved. He's giving that love right off the bat to the people that he's writing the letter to. It's a beautiful salutation. It's a beautiful greeting that we see where John greets them. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ ചങ്കെന്ന് പറയും അല്ലേ? എൻ്റെ ചങ്കായത്, അതാ ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജ് നമ്മളവിടെ കേൾക്കുന്നത്. പക്ഷെ നമ്മളെ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു സ്നേഹിതൻ, somebody who loves us, somebody who knows, നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് പറഞ്ഞില്ലായ്പോലും നമുക്ക് അത് മതി, കേട്ടാൽ മതി അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമ്മളെല്ലാം ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ ആരെങ്കിലും പരിചയപ്പെടുത്തുന്നെങ്കിൽ വേറെ ഒരു വാക്കും പറയാൻ ആവശ്യമില്ല. ഇതെനിക്ക് പ്രിയമുള്ള വ്യക്തി, ഇതെനിക്കൊരു പ്രിയമുള്ള സഹോദരൻ അല്ലെങ്കിൽ പ്രിയമുള്ള സഹോദരി, ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ആ നല്ല രീതിയിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ഒക്കുന്നെങ്കിൽ, നമ്മുടെ ജീവിതം നമ്മൾ നിലനിർത്തുന്നതെങ്കിൽ അതാണ് നമ്മുടെ വിജയം. Right? And so John is saying beloved, and he's giving this term of endearment, and John uses that term frequently throughout his letters. So he wants them to know, this is the way I feel about you. You and I belong to the same God. As a result, I have a sense of belonging, and we have a sense of unity. As a result, I want to refer to you as my beloved. ആ term സ്വർഗത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കേട്ടു. നമ്മൾ എവിടെയാണെന്നറിയാമോ? യേശുക്രിസ്തു സ്നാനമേറ്റ് വന്നപ്പോൾ സ്വർഗം തുറന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എനിക്ക് പ്രിയമുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മൾ അന്യോന്യം സ്നേഹിക്കുന്നെങ്കിൽ സ്വർഗം നമ്മളെ വിളിക്കുന്ന ഒരു വിശേഷ നാമമാണ് എനിക്ക് പ്രിയമുള്ളവർ. If we're able to love one another, and that love is demonstrated through us, not from a fakeness standpoint, not from a lip service standpoint, but if we truly love one another, the same name that was called to Jesus as he came out of the water is the same name that John is referencing to us, and he's saying, dearly beloved. So the moment that we are addressed that way, we are listening now to what John has to say. Some people think love is an emotional response. എന്തോ ഒരു വികാര മനോഭാവമാണ് സ്നേഹം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. വികാരമുണ്ട് സ്നേഹത്തിൽ, പക്ഷെ സ്നേഹം വികാരം മാത്രമല്ല. Love is a practical action in our life. It has to be evident, it has to be demonstrated. And some people think love is when they become very pious and very devoted. ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് മറ്റുള്ള ആൾക്കൊരു ബന്ധവുമില്ല, ഞാനും ദൈവവും തമ്മിൽ. അത് യഥാർത്ഥ ബിബ്ലിക്കൽ സ്നേഹമല്ല. ബൈബിൾ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോട് മാത്രമല്ല. So some sort of pious behavior is also not what is an evidence of love. Okay, so in this verse we see two reasons why we should love one another. രണ്ട് കാരണങ്ങൾ അന്യോന്യം സ്നേഹിക്കാൻ. ഒന്ന്, because love is of God. സ്നേഹം ദൈവത്തിൽ തന്നെ വരുന്നു. See, we say God is graceful, God is merciful. പക്ഷെ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം ഇല്ലായിരുന്നെങ്കിൽ യഥാർത്ഥമായ സ്നേഹം ഇല്ലായിരുന്നു. Love comes from God and no one else. God doesn't have love, God is love. It's a big difference. It's not that God has some portions of love to give to people. The moment we belong to God, God himself is love, and that love is showered upon us. There is no other source by which we can find true love. When Adam and Eve enjoyed the presence of God, we can see how much they enjoyed that love and that fellowship. And until the moment they disrespected that fellowship, they enjoyed that love. The moment they disrespected that fellowship, they ran away from the presence of God. So the love of God brings us clearer and nearer to the Heavenly Father. So when should we experience the love of God? എവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലും വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കത്തില്ല, ദൈവമേ അങ്ങ് എന്നെ സ്നേഹിക്കുന്നില്ലയോ, അങ്ങ് ഇതൊന്നും അറിയുന്നില്ലയോ? Right? So when we look at the experience of the love of God, we must realize
no matter how painful our experience is, the love of God is the same in our life. നമ്മുടെ ജീവിതത്തിൽ എത്ര വേദന വന്നാലും ദൈവത്തിന് സ്നേഹത്തിൻ്റെ അളവിന് ഒരു കുറവുമില്ല. Because God is love. When people distance themselves and we have no idea why, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് അകന്ന് മാറുമ്പോൾ നമുക്ക് എത്ര അതൊന്ന് രമ്യതപ്പെടുത്താൻ നോക്കിയിട്ട് നടക്കത്തില്ല, നമ്മൾ എത്ര റെക്കൻസൈൽ ചെയ്ത് നോക്കി നടക്കുന്നില്ല, ആൾക്കാർ മാറിപ്പോകുമ്പോൾ നമ്മൾ ചിന്തിച്ച കർത്താവേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ മനസ്സിലാക്കണം, അവിടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിന് അളവിന് ഒരു കുറവുമില്ല. So what I'm saying is, when the external factors come into play, when there's painful, difficult situations, none of that should cause us to doubt the love of God in our life. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, even if my father and mother abandon me, the Lord will hold me close. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പക്ഷെ ദാവീദിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഉറപ്പുള്ളൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത, എന്നെ സ്നേഹിക്കാത്ത, എന്നെ ആലിംഗനം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് എൻ്റെ ദൈവം. We should have that same confidence. Isaiah asked this question: can a mother forget her nursing child? Can she feel no love for the child she has born? But even if there were possible, I would not forget you. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അങ്ങനെ വന്നാലും യെശയ്യാ പറയുന്നു, അവർ മറന്നു കളഞ്ഞാലും എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ദൈവം മാത്രമാണ് സ്നേഹം. It is our God alone who is love. No matter who forgets us, no matter how much pain we experience, no matter how many people distance, even if your own father and mother forsake you, Isaiah says, I know a God who does not forsake me. And David says, I know someone who is always near me, who doesn't abandon me. So ആ സ്നേഹം പ്രാപിച്ച ദൈവമക്കളോടാണ് യോഹന്നാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ അന്യോന്യം സ്നേഹിക്കണം. ആ വാക്യത്തിൽ രണ്ടാമത് വാക്യത്തിന്റെ വിഷയം, whoever loves has been born of God and knows of God. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ അടയാളം എന്താണെന്നറിയാമോ? സ്നേഹം. What is the evidence of somebody who's born of God, who's born again? The verse says, whoever loves has been born of God. ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ ലോകം നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ഈ ലോകത്തിലെ സ്നേഹം നമ്മുടെ ഇഷ്ടപ്രകാരം, എനിക്കെന്ത് ലഭിക്കും അതനുസരിച്ച് ഞാൻ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, എന്നോട് വെറുക്കുന്നവരെ ഞാൻ വെറുക്കും. പക്ഷേ ദൈവവചന അടിസ്ഥാനത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അതൊന്നുമല്ല. നമുക്ക് ദൈവത്തിൽ നിന്ന് എങ്ങനെ സ്നേഹം ലഭിച്ചോ അതുപോലെ സ്നേഹിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുന്നു നമ്മൾ അനുമാനിക്കുന്നെങ്കിൽ, ദൈവമക്കളെ, സ്നേഹമില്ല എങ്കിൽ ആ പറയുന്ന വാചകത്തിന് ഒരു അർത്ഥവുമില്ല, ഗൗരവമില്ല. We must love one another. ഞാൻ മിനിഞ്ഞാന്ന് 3 days ago I saw a video from India. There's a service happening. As I guess it's a pastor, somebody who's in the pulpit preaching or saying things, as he was doing that, somebody in the audience started to scream and yell and roar. ഉടനെ ഇദ്ദേഹം നിർത്തിയിട്ട് പറഞ്ഞു, this is what happens in the kingdom of God. ഇവിടെ ഇതെല്ലാം സംഭവിക്കും. ഇവിടെ ഗർജിക്കും ആൾക്കാർ, ഇവിടെ ശബ്ദമുയർത്തി ഒച്ച ഉണ്ടാക്കി ഇവരൊക്കെ ശബ്ദമുയർത്തുന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഇദ്ദേഹം പോയി, then he goes into the audience, grabs the young lady that's screaming, brings her onto the stage, and the next sentence he says is, this is a sign of a born again child of God. ഈ അലയ്ക്കുന്ന സ്ത്രീയെ കൊണ്ട് നിർത്തിയിട്ട് പറയുവാണ്, ഒരു വീണ്ടും ജനിച്ച കുഞ്ഞിൻ്റെ അടയാളം, തെളിവാണ് ഈ അലർച്ച. എന്നിട്ട് അടുത്ത വാചകം, ഒരു കുഞ്ഞാടെ പോലെ വന്നു ഗർജിക്കുന്ന സിംഹവുമായി തിരിച്ചു പോകും. എവിടം വരെ ഗർജിക്കും? തൊണ്ട പോകുന്നവരെ ഗർജിക്കും. പിന്നെന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് ആൾക്കാർ വീണ്ടും ജനനം പറഞ്ഞ് ഒരു തെളിവായിട്ടും അടയാളമായിട്ടും വെച്ചിരിക്കുന്നത്.
People think these are the evidence and signs of people who have been born again. The Bible clearly says, this verse clearly tells us, if you are born of God, there will be love in your life. That is the evidence that people are looking for. That is the evidence that must be true in our life. വേറെ എത്ര കാര്യങ്ങൾ പ്രകടിപ്പിച്ചാലും അതിൽ കൂടെ ഒന്നും നമ്മൾ വീണ്ടും ജനിച്ച ഒരു പൈതലാണെന്ന് പറയുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. So John says, to be born again is to love one another. നമ്മളൊരു ബൈബിളിൻ്റെ ഒരു പുസ്തകം കാണാപ്പാഠം പറഞ്ഞാൽ നമ്മൾ പറയും, ഓ എന്തൊരു ഭക്തനാ. നമുക്ക് അങ്ങനെ ചില അടയാളങ്ങളുണ്ടല്ലോ. ഞാൻ ഈ വർഷം 100 പ്രാവശ്യം ബൈബിൾ വായിച്ചെന്ന് പറയും, നമ്മളെല്ലാം പറയും നല്ല കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കും. ആൾക്കാരുടെ വിചാരം അങ്ങനെയൊക്കെ പറയുന്ന ഉടനെ എന്തോ ദൈവഭക്തി കൂടി, ദൈവസ്നേഹം കൂടി, മനുഷ്യസ്നേഹം കൂടി എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം അരച്ച് കലച്ച് വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ. നമ്മൾ പറയോ സ്നേഹമുണ്ടെന്ന്, നമ്മൾ പറയോ ദൈവഭക്തി ഉണ്ടെന്ന്? നടക്കത്തില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പ്രകടിപ്പിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, പ്രകടനം കൊണ്ടല്ല നമ്മൾ സ്നേഹം കാണിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രകടനം കൊണ്ടല്ല നമ്മൾ ദൈവഭക്തി കാണിക്കേണ്ടത്. നമ്മുടെ സ്വഭാവത്തിൽ ആ സൗമ്യതയും സ്നേഹവും ഉള്ളപ്പോൾ മനുഷ്യന് മനസ്സിലാക്കിക്കൊള്ളും ഈ വ്യക്തി ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വേറെ ഒന്നും പറയാനും കേൾക്കാനൊന്നും പോകണ്ട. Right? And so John gives us 3 reasons that we should love one another. One, if you read from verses 7 through 9, love is the nature of God. Since you are born of God, we share his nature. സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവ ഗുണമാകിയാൽ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതിനാൽ നാം അവൻ്റെ സ്വഭാവം പങ്കിടുന്നു. If we're born of God, we must share in the nature of God. God is love. That nature must be transferred to us, where we also know how to love one another. Is that true in our life? നമ്മൾ ദൈവത്തെ സ്നേഹിച്ചിട്ട് ആ സ്വഭാവം നമ്മളിലേക്ക് പകർന്നിട്ടുണ്ടോ? Are we able to love the Lord in the way that the Bible tells us to? Chapter 3, verse 16. The second reason we should love one another. We have experienced the love of God in our own lives. നമ്മുടെ ജീവിതത്തിൽ തന്നെ ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. We've experienced the love of God in our own life. And the third reason, in chapter 4, verses 12, God lives in us. No one has ever seen God. If we love one another, God abides in us and his life is perfected in us. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. I want to ask you a question. What is love? എന്താ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ? ഒരുപക്ഷെ പ്രേമം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും മറുപടി പറയായിരിക്കും. പ്രേമവും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? എന്താണ് സ്നേഹം? What is love? Okay, if I were to ask you differently, give me the ingredients that make up love. ഇപ്പോൾ ഒരു മീൻകറിയുടെ കൂട്ടുകൾ ചോദിച്ചാൽ നിങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരു വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെ വർക്ക്, അതിൻ്റെ കൂട്ടുകൾ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ ചിലരൊക്കെ പറയാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ രാജൻ ബ്രദർ ആയിരിക്കും പറയുന്നത് അത്. So if I ask you the ingredients of a fish curry, or what makes up the components or parts of a car engine, you might be able to give me some examples, some ingredients, what make it up. But if I ask you, what are ingredients to love? Patience, perseverance, sacrifice, action. 1 Corinthians 13. കേട്ടില്ല പക്ഷേ? You're not walking on eggshell, yeah. Yes. ചിലരൊക്കെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അതുപോലെ തോന്നിക്കും അല്ലേ? You know, the pastor that we had a couple of weeks ago read a verse that I was going to speak about as part of this, that gives you 3 ingredients to love. Okay? I don't know if anybody remembers that verse. 1 Timothy chapter 1 and verse 5. 1 Timotheos 1 അധ്യായം അതിൻ്റെ 5 വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്നേഹത്തിൻ്റെ 3 ഇൻഗ്രീഡിയൻസ് കണ്ടോ? ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി,
Nirvyaja Vishwasam. The purpose of my instruction, Paul tells Timothy, is that all believers would be filled with love that springs forth from a pure heart, a clear conscience, and a sincere faith. സോ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പൗലോസ് എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മൾ ബൈബിള് പഠിക്കുന്ന, ദൈവവചനം പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം, പ്രസംഗങ്ങൾ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം കുറേ കാണാപ്പാടം അറിവ് വെക്കാനല്ല. നമ്മുടെ ആ കേൾക്കുന്ന വചനങ്ങൾ, വായിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തേണ്ടതാണെന്ന് കാണിക്കാൻ വേണ്ടി പൗലോസ് പറയുന്നു, ഈ ആജ്ഞയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാകണം. There must be a change in who you are. Your character must change. Your behaviors must change. Your demeanors must change. So Paul says in the book, as he writes to Timothy, the purpose of my commandment, എൻ്റെ ആജ്ഞയുടെ ഉദ്ദേശം ശുദ്ധ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, നല്ല മനസ്സാക്ഷിയിൽ നിന്നുണ്ടാകുന്ന സ്നേഹം, നിർവ്യാജ വിശ്വാസത്താൽ ഉളവാകുന്ന സ്നേഹം. ഇനി നമുക്ക് ചോദിക്കാം, ഇങ്ങനെയുള്ള സ്നേഹം അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ശുദ്ധ ഹൃദയത്തിൽ നിന്ന് ലഭിച്ച സ്നേഹം, നല്ല മനസ്സാക്ഷിയിൽ നിന്ന് ലഭിച്ച സ്നേഹം, നിർവ്യാജ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്നേഹം. A love that you have experienced from a pure heart, a clean conscience, and a sincere faith. How many of us can say, yes, I have experienced that type of love in my life? The second part of the question is, how many people have I loved with a pure heart? How many people have I loved with a clear conscience? How many people have I loved that came from a sincere faith? നമ്മുടെയൊക്കെ ജീവിതം എന്ത് സന്തുഷ്ടമായിരിക്കും അങ്ങനെ ഒന്ന് സ്നേഹം ലഭിച്ചാൽ. നമ്മുടെ ജീവിതമൊക്കെ എന്ത് സന്തോഷമായിരിക്കും അങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ സാധിച്ചാൽ. If we're able to love in that manner. പലപ്പോഴും നമ്മളിങ്ങനെ പ്രസംഗങ്ങൾ കേട്ട് കേട്ട് we have stored up so many sermons and messages in our heart, but as far as character goes, it is empty. Nothing has been transformed. The purpose of every verse that we read, the purpose of every sermon that we hear is so that our heart is transformed. We are naturally wicked people. We are naturally selfish people. And Paul is saying, my purpose, I want you to know, Timothy, as a pastor, and the church that Timothy is pastoring in Ephesus should know that there should be true transformation in the lives of the people. Love that comes, first of all, from a pure heart. A pure heart. You know what David prayed in Psalm 51? നിർമ്മലമായ ഒരു ഹൃദയം. എന്ത് നല്ല പ്രാർത്ഥനയല്ലേ? നമ്മുടെ തന്നെ പാപങ്ങളുടെ ആ കടും ചുവപ്പ് കാണുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ, കർത്താവേ എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന മാനിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. If we're able to pray, God, I see my sin, I see my wickedness, I see my selfishness, I see my prejudice, I see how I treat people differently, I give preference to some, I disregard some, I do all these things, oh God, but create in me a clean heart. നമ്മുടെ ജീവിതത്തിലെ വേർവ്യത്യാസമില്ലാതെ അന്യോന്യം സ്നേഹിക്കുവാൻ, ഇന്ന ആളെ കാണുമ്പോൾ അങ്ങ് ഒലിപ്പിക്കും, മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ മാറിപ്പോകും. അതൊന്നും യഥാർത്ഥ സ്നേഹമല്ല. ദൈവസ്നേഹം നമ്മൾ കുറവായിരിക്കുന്ന ഒരു അനുഭവമാണ് അത് കാണിക്കുന്നത്. You know, the pastor said something last Sunday during the sermon that broke my heart a little bit. He said, there are people that still don't go up to him and say hello or show him face. Maybe because the way I preach. That's what he said. What stops us from going to somebody and shaking their hand and saying, Pastor, we thank you. We're praying for you. What creates this distance? What creates this gap where we can't talk to each other? We can interact with each other. How is that love? How is it that we know and we say that we believe in this word of God? So after the pastor said that he's been pastoring for 18 years, then I thought, okay, the experience that I have, I'm not going to talk about it anymore. Because if he's experienced it for 18 years, in 2 years, what am I going to talk about? In the last week's Bible study, the young people, we were discussing something, and they asked the question, Pastor, how is it possible that all the church members can partake in the table of God, but they won't shake each other's hand?
തിരുമേശയിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്, പക്ഷെ അന്യോന്യം കൈ കൊടുക്കാൻ മനസ്സില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ലവ് ഫ്രം എ പ്യൂർ ഹാർട്ട്. ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. പൗലോസ് പറയാം, തിമോത്തിയോസേ, നീ വേറെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും ആ എഫെസോസ് സഭയെ അറിയണം, ഈ ആജ്ഞയ്ക്കൊരു ഉദ്ദേശമുണ്ട്. There's a purpose to this commandment. There's a purpose to this teaching. We must love one another, learn to one another from a pure heart. That's why David's prayer is such a beautiful prayer. David says, Lord, create in me a clean heart. A pure heart is absolutely essential for us to have sincere love. Otherwise, our love is a fake love. And the pure heart is so important in the scriptures. ഒരു ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് ദൈവവചന അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. 24-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, ആർ അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ? Who shall ascend to the hill of the Lord? Who shall stand in his holy praise? യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അതിൻ്റെ മറുപടി, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ. കേട്ടോ, നിർമ്മല ഹൃദയത്തിൻ്റെ, ശുദ്ധ ഹൃദയത്തിൻ്റെ പ്രാധാന്യം. The importance of a pure heart. It's not simply that we can love one another, but if we want to stand in the presence of God, the Psalms 24 says, those who have a clean hand and those who have a pure heart, they are the only ones who will enter into the holy place of the Lord. It's not something that we should take for granted. It's not something we should take lightly. അത് മാത്രമല്ല, ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ, blessed are the pure in heart. What is their blessing? They get to see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. So the pure heart is an absolute required condition of any person who says, I belong to the Heavenly Father's family. സ്വർഗീയ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ അംഗമെന്ന് നമ്മൾ പറയുവാൻ നമുക്കൊരു വെമ്പലുണ്ടെങ്കിൽ, സ്നേഹമില്ല എങ്കിൽ, അല്ല ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ശുദ്ധ ഹൃദയമില്ല എങ്കിൽ അതൊരിക്കലും സാധിക്കത്തില്ല. അവിടെ എടുത്തു പറയുന്ന കർത്താവായ യേശുക്രിസ്തു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. Blessed are the pure in heart, for they shall see God. അവർ ദൈവത്തെ കാണും. ആ വാക്യത്തിൽ വായിച്ച രണ്ടാമത്തെ ഭാഗ്യം, ശുദ്ധ ഹൃദയവും, അടുത്തെന്തായിരുന്നു? നല്ല മനസ്സാക്ഷി, a clear conscience. What is a clear conscience? മറ്റവരുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുന്നതല്ല ക്ലിയർ കോൺഷ്യൻസ്, കേട്ടോ. It's not pointing out somebody else's blame. That's not a clear conscience. A clear conscience is, do I know what's wrong within me? എന്നിലുള്ള കുറവുകളെ ഞാൻ കാണുന്നുണ്ടോ? എന്നിലുള്ള കുറ്റങ്ങളെ ഞാൻ ഏറ്റു പറയുന്നുണ്ടോ? Am I confessing? Am I owning up to my actions and my wrongs? But it's also comparing my life's conduct to the standard of the holy God. ഒരു പരിശുദ്ധ ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡ്, ആ നിലപാടിനോട് സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ നയിക്കുന്നു നോക്കുമ്പോൾ സ്വന്തമായി ആരായെന്ന് അറിയുന്ന ഒരു വിഷയമാണ് ക്ലിയർ കോൺഷ്യൻസ്, നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത്. പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്. ഇൻ ആക്ട്സ് ചാപ്റ്റർ 24 and verse 16, അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നു, അതുകൊണ്ട് you know what Paul is saying? I am striving to maintain a clear conscience before God and man. Here, many people say, my conscience is clear before God. പൗലോസ് പറയുന്നത് കേട്ടോ, my conscience is clear before God and man. മനുഷ്യരുടെ മുൻപാകെയും ദൈവത്തിൻ്റെ മുൻപാകെയും എൻ്റെ മനസ്സാക്ഷിക്ക് കുറ്റമില്ലായ്മ രീതിയിൽ ജീവിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. That means on an every day, every moment, he is striving to make sure that he keeps his conscience clear before man and before God. It's not a one-time event, it's a continuous event that takes place in our life. A clear conscience is vital for us to have spiritual confidence. A clear conscience is vital for us to have effective ministry in any aspect that God places in.
If you have a clear conscience, that means that you are living in complete obedience to what the Lord God tells you to do. നമുക്ക് നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അതുപോലെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് അർത്ഥം. Clear conscience is something that we should work for. Clear conscience is something we should strive for. If Paul has to say, I am striving for this, it's a continuous effort. It's a daily event for me to make sure that between man and God, I am not hurting anybody. I'm not insulting anybody. I'm not disrespecting anybody. I'm not gossiping about anybody. I am keeping my conscience clear before God and men. If Paul has to strive to do that, people of God, this morning from the Word of God, let me remind each and every one of us, we must strive to keep a clear conscience within our life. But the prerequisite is a pure heart. നമ്മുടെ ഹൃദയം ശുദ്ധിയാകുമ്പോൾ ഉണ്ടല്ലോ, ഈ നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുവാൻ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വിദ്വേഷവും പകയും നിറഞ്ഞിരിക്കുന്നെങ്കിൽ, നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരിക്കലും അതൊരു നല്ല മനസ്സാക്ഷിക്ക് മാറുവാൻ നമുക്ക് സാധിക്കത്തില്ല. So this morning my reminder to all of us is, let's ask the question, evaluate within ourselves and say, Lord, is there something that is holding me back from having a clear conscience before the people, and a clear conscience before God? മനുഷ്യരുടെ മുൻപാകെയും ദൈവത്തിൻ്റെ മുൻപാകെയും നല്ല മനസ്സാക്ഷിയോടെ അല്ലാതിരിക്കുവാൻ എന്തെങ്കിലും കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? It's not simply that we evaluate our lives before we partake in the table of the Lord.